നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമാക്കി KSU പ്രവർത്തകർ പ്രതിഷേധവുമായി കോളേജിലേക്ക് വന്നു. റാം ഒരു കാലനാണ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് KSU പ്രവർത്തകർ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തിങ്കളാഴ്ച രാവിലെ ക്യാമ്പസിലേക്ക് തള്ളിക്കയറുകയായിരുന്നു KSU പ്രവർത്തകർ. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കോളേജ് മാനേജ്മെന്റിനെതിരായ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെയും കർശന നടപടി വേണമെന്ന ആവശ്യവുമായാണ് KSU രംഗത്ത് വന്നത്. പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷം ക്യാമ്പസിലുണ്ടായി. സമരത്തിനെത്തിയ ഒരു വനിതാ പ്രവർത്തകയെ പോലീസ് ക്രൂരമായി വലിച്ചിഴയ്ക്കുകയും കയ്യിലും കാലിലും പിടിച്ച് തൂക്കി വാനിലേക്ക് കയറ്റുകയും ചെയ്ത് വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കുകയായിരുന്നു. നാണം കിട്ട പോലീസെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു KSU പ്രവർത്തകർ പോലീസിനെതിരെ ആഞ്ഞടിച്ചത്. പോലീസ് പല അധ്യാപകരിൽ നിന്നും മറ്റു താല്പര്യങ്ങൾ കൈപ്പറ്റിയാണ് വിദ്യാർത്ഥികളുടെ ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറുന്നത് എന്നാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത്. മാത്രമല്ല, ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് ഇത്തരത്തിൽ ആന്ധ്രാപ്രദേശുകാരനായിരിക്കും അധ്യാപകൻ, പക്ഷേ ഇത്തരത്തിൽ ജാതി വിവേചനം നടത്തിയ നിങ്ങളെപ്പോലെയുള്ള വ്യക്തികളെ ഈ കോളേജിൽ വാഴിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, ഇനി ജോലി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇതാണ് KSUവിന് പറയാനുള്ളത് എന്നതടക്കമുള്ള ഒരു മുദ്രാവാക്യം, അതുപോലെ തന്നെ ഉറച്ച തീരുമാനമൊക്കെയാണ് പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല, കടുത്ത പ്രതിഷേധമാണ് KSUവിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രവർത്തകരെയൊക്കെ. രാവിലെ തന്നെ KSU പ്രവർത്തകർ കോളേജിലേക്ക് പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. മാത്രമല്ല, അതായത് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ അധ്യാപകർക്കെതിരെ അതിരൂക്ഷ വിമർശനവും അതുപോലെ തന്നെ ഇത്തരത്തിൽ കാലൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഗുരുതര ആരോപണങ്ങളും ഇത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണവുമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്, KSU പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത്. നിതിൻ രാജു മരണത്തിന് മുൻപ് അയച്ച വോയിസ് നോട്ടുകൾ അധ്യാപകരുടെ പീഡനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. അധ്യാപകർ തങ്ങളെ ക്രൂരമായി മർദ്ദിക്കുമെന്നും ഇന്റേണൽ മാർക്കിന്റെ പേരിൽ നിരന്തരം ഭീഷണിപ്പെടുത്താറുണ്ടെന്നും വോയിസ് നോട്ടിൽ പറയുന്നുണ്ട്. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് നീതി ലഭ്യമാക്കുന്നതിനു പകരം പോലീസ് പ്രതികളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് KSU നേതാക്കൾ ആരോപിച്ചു. HOD റാം, അധ്യാപിക സംഗീത എന്നിവർക്കെതിരെയാണ് പ്രധാനമായും നിതിന്റെ ഭാഗത്തുനിന്ന് ആരോപണങ്ങൾ ഉയർന്നത്. വിദ്യാർത്ഥികളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇവർ തരംതിരിക്കാറുണ്ടെന്ന് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അധ്യാപകർക്കെതിരെ KSU അതിരൂക്ഷമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുക്കുകയും അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറ്റക്കാരായ ഈ അധ്യാപകരെ ഇനി കോളേജിൽ പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് KSU ആയിരിക്കുന്നത്. അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നാട്ടിൽ ഇത്തരമൊരു ദാരുണമായ സംഭവം നടന്നിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാത്തതിനെ KSU വിമർശിച്ചു. പിണറായി ഉറങ്ങുകയാണ് എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. സംഭവത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രിൻസിപ്പൽ തനിക്കൊന്നും അറിയില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രതികളെ പിടികൂടുന്നതുവരെ സമരം തുടരുമെന്നും KSU വ്യക്തമാക്കി. എന്തായാലും പ്രതിഷേധം കനക്കുകയാണ്. ഈ അധ്യാപകർക്കെതിരെ നടപടികൾ ഉണ്ടാകണം, ശക്തമായ നടപടികളുണ്ട്. ഇപ്പം സസ്പെൻഡ് ചെയ്തു എന്ന നടപടിക്ക് അപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് KSU. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. അതേസമയം ഈ വിഷയത്തിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തള മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമ്മളിപ്പോൾ പോവുകയാണ്. വളരെയധികം വേദന എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞ അച്ഛന്റെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ കണ്ട് ഞാൻ കരഞ്ഞു കേട്ടോ. ഞാൻ ഉള്ള കാര്യം തുറന്നു, ഞാൻ സ്വയം കരഞ്ഞു കേട്ടോ. കുറെ ഏറെ നേരം വന്ന കരച്ചിലൊന്നും നിർത്താൻ വളരെ വേദനയുണ്ട്. ഞാൻ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനൊരു വികാരഭരിതനായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ. കഴിഞ്ഞ കുംഭമേളയുടെ സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തക അവരുടെ പ്രതിവാര പങ്ക്തിയിൽ പറയുകയുണ്ടായി, ഈ കേരളത്തിൽ നിന്ന് പോലും ആളുകൾ കുംഭമേളയിൽ പോയി എന്ന്. ഇപ്പോ അതൊരു വാർത്തയല്ല, അതൊരു വിവരദോഷം മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഈ കേരളത്തിൽ പോലും ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ അവർ വിദ്യാഭ്യാസം ചെയ്യുന്ന പ്രൊഫഷണൽ കോളേജുകളിൽ പോലും വിവേചനത്തിന് വിധേയരാകുന്നു എന്നുള്ളത്, അതാണ് നമ്മളെ നടുക്കേണ്ടത്, നമ്മളെ കരയിപ്പിക്കേണ്ടത്. നിസ്സഹായരാണ് നമ്മൾ. അഞ്ചരക്കണ്ടിയിലെ ഈ ഡെന്റൽ കോളേജ് നോക്കൂ, എത്ര ഭീമാകാരമായിട്ടുള്ളൊരു കോളേജ്, വെള്ള പൂശിയ ശവക്കല്ലറയല്ലേ ഇത് വാസ്തവത്തിൽ.
പൂക്കോട്ട് നമ്മൾ ഈ പറഞ്ഞ അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ അവനെ റാഗിങ്ങിന് വിധേയനാക്കിയ ക്രൂരത വിദ്യാർത്ഥികളുടെ ഭാഗത്തു ഉണ്ടായപ്പോൾ മറ്റു വിദ്യാർത്ഥികൾ സജീവത നഷ്ടപ്പെട്ടവരായി, ചൈതന്യരഹിതരായി, കാഴ്ചക്കാരായിട്ട് നിന്നു. ആൻഡ്രോക്ലീസിനെ റോമിൽ സിംഹത്തിന്റെ കൂട്ടിലിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കാഴ്ചക്കാരായിട്ട് നിന്നതുപോലെ, അല്ലെങ്കിൽ ഗ്ലാഡിയേറ്റർമാർ തമ്മിൽ പോരാട്ടം നടത്തുമ്പോൾ കാഴ്ചക്കാരായിട്ട് നിന്ന പ്രഭുക്കന്മാര് കൈയടിച്ചതുപോലെ ഈ വിദ്യാർത്ഥികൾ നിന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളത് ഉറവ പറ്റിയ മനുഷ്യത്വങ്ങളാണ്. എനിക്ക് മനസ്സിലാവാൻ ചോദിക്കൂ, ഒരൊറ്റ ആൾക്കെങ്കിലും അതൊന്ന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്ന് പറഞ്ഞ് എന്തൊരു വ്യവസ്ഥിതിയിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. അത് നമ്മളെ നടുക്കിയെങ്കിൽ ഇന്ന് നമ്മളെ കരയിപ്പിക്കുകയാണ്. ആ ജോലി ചെയ്ത് അധ്വാനം എന്ന് പറയുന്ന മഹത്തായ ഒന്നാണ്. അധ്വാനത്തിന്റെ മഹത്വമാണ് കാൾമാക്സും ഏംഗൽസും നമ്മുടെ EMS നമ്പൂതിരിപ്പാട് തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രനാണെന്ന് അവകാശപ്പെടുന്ന EMSഉം ഒക്കെ നായകത്വം നൽകിയ ഒരു സംസ്ഥാനത്ത് ഒരു ദളിത വിദ്യാർത്ഥിയെ അപഹസിക്കുകയും അവനെ കളിയാക്കുകയും ചെയ്യാൻ ധൈര്യം കാണിച്ച അധ്യാപകൻ അവൻ സാമൂഹിക വിചാരണ അർഹിക്കുന്നു. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന പോലെ ഇത്തരം വ്യക്തികൾ സാമൂഹിക വിചാരണ അർഹിക്കുന്നവരാണ്. ഒരു സംശയം വേണ്ട. അഞ്ചരക്കണ്ടിയിലെ ഒരു ഡോക്ടർ HT റാം എന്നാണ് ഞാൻ പേര് മനസ്സിലാക്കുന്നത്. HT റാം എന്ന് പറയുന്ന ഫാക്കൽറ്റി, അതുപോലെ സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന ഫാക്കൽറ്റി, ഇവർ രണ്ടും കൂടിയാണ് ഒരു അത്യാധികം ഉണ്ടെന്ന് പറയുന്നു. എനിക്ക് പേരറിയില്ല. ആ ക്രൂരമായിട്ടുള്ള മനുഷ്യഹത്യ അവിടെ നടത്തിയത്, ഇവനെ വേട്ടയാടിയത്. ഇവന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് എന്തൊരു കൂട്ടുകാരവരെ ഒറ്റയാളും പ്രതികരിച്ചില്ല പോലും. എല്ലാവർക്കും ഓരോരുടെ കാര്യം എന്ന് പറയുന്ന ഒരു ജൻസിയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെയല്ല. ഒരു കൂട്ടായ്മ ഉണ്ടാവുമായിരുന്നു, ഒരു സ്നേഹം ഉണ്ടാകുമായിരുന്നു. അവനെ സ്ലം ഡോഗ് എന്ന് വിളിച്ചു പോലും, തെരുവു നായെന്ന്. ഇവൻ ആരാ ഇത് വിളിക്കാൻ? ഈ അധ്യാപകൻ ഗുരു എന്ന് പറയുന്നവൻ ഇവനെ ഗുരുവെന്ന് വിളിക്കാൻ യോഗ്യനാണോ? അവനെ സസ്പെൻഡ് ചെയ്തു പോലും. സസ്പെൻഡ് അല്ല അവനെ ചെയ്യണ്ടേ. ഇനി ജന്മത്ത് അവനൊരു അധ്യാപക വൃത്തി നിർവഹിക്കാൻ കഴിയരുത്. അതുപോലെയാക്കണം. സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കേണ്ട വ്യക്തിയാണ് അവൻ. ഇവൻ ഈ കാലം മാറിയൊന്നും അറിഞ്ഞില്ല. ജാതിയുടെ പേര്, നിറത്തിന്റെ പേര്. നിറം അവനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഫോട്ടോ എത്ര ഹാൻസം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവനെ നിർവീര്യനാക്കിക്കൊണ്ട് അവന്റെ ആത്മവിശ്വാസങ്ങളെല്ലാം തകർത്ത് അവനെ ഡിപ്രഷനിലേക്ക് നയിച്ചുകൊണ്ടായിരിക്കുമല്ലോ അവൻ ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിൽ ഈ ക്രൂരനായിട്ടുള്ള അധ്യാപകൻ HT റാം ഒരു പക്ഷെ അവനെ പിടിച്ചുകൊള്ളായിരിക്കാം. കാരണം ഇത്ര ക്രൂരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിനെ തകർക്കാൻ ശക്തിയുള്ള ഒരു അധ്യാപകൻ അവനെ പിടിച്ചു തള്ളിയിടാനും ക്രൂരതയുള്ള മനസ്സിന്റെ ഉടമയായിരിക്കും